ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയനെ വിളിച്ച് റൂമിൽ കൊണ്ടുവന്നിട്ട് നവ്യ പറയും, നമ്മളൊക്കെ സംശയിച്ചത് ശരിയാണ്, അമ്മായി കുടിച്ച പാലിനകത്ത് വിഷം കലർത്തിയത് അനാമികയെ അവളുടെ അമ്മയാണെന്ന്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിക്ക് എങ്ങനെ ഇത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നതെന്ന് നയന ചോദിക്കുന്നുണ്ട്. ഞാൻ കേട്ട് എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ, അവർ തമ്മിൽ ഇത് പറഞ്ഞെന്ന് പറയും. എന്നാലും അഭി വരെ ഇതിന് കൂട്ടുനിന്നല്ലോ എന്ന് പറയും. അതെ, അവന് അല്ലെങ്കിൽ എന്നോട് സ്നേഹമൊന്നും ഇല്ലല്ലോ, അവർ രണ്ടുപേരുടെ ഇത് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണെന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ വയറ്റിലെ കുഞ്ഞു പോകാനും ഞാൻ മരിച്ചു പോകാനൊക്കെ ആയിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തതെന്ന് നവ്യ പറയുമ്പോൾ നയന പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ ചേച്ചിയെന്ന്? അതൊക്കെ ഉണ്ട്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കും എല്ലാവരും എന്ന് നവ്യ പറയും. എന്നാലും ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് നയന ചോദിക്കുമ്പോൾ നവ്യ പറയും, ഇത് തൽക്കാലം ആരോടും പറയണ്ട, ഞാൻ എന്തായാലും ഇതറിഞ്ഞ സ്ഥിതിക്ക് അവക്കട്ട് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അവൾ ഇതെന്തായാലും പരാതിയൊന്നും പറയാൻ പോകുന്നില്ല. പരാതി പറഞ്ഞാൽ നമുക്കിതെല്ലാം വെളിപ്പെടുത്തണം, അല്ലാതെ ഇതുകൊണ്ട് നമുക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നവ്യ പറയും. ആദർശേട്ടനോട് പോലും നീ ഇത് പറയണ്ട കേട്ടോ എന്ന് നവ്യ പറയുന്നുണ്ട്. പിന്നീട് നവ്യ എന്ന് ഈ കാര്യങ്ങളെല്ലാം നന്ദുവിനോട് പറഞ്ഞു കൊടുക്കും. നന്ദുവിനും ആദ്യം ഇതൊന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല. ഇങ്ങനെ മനുഷ്യരുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, കണ്ടില്ലേ ഇപ്പോൾ പ്രേമിച്ച പുരുഷനെ വരെയും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ കൊല്ലാൻ ഇറങ്ങിയ പെൺകുട്ടി ഇപ്പം വധശിക്ഷയ്ക്കൊക്കെ വിധിച്ച് കഴിയുന്നില്ലേ? അതുപോലെ മനസ്സുള്ളവരാണ് ഇപ്പോൾ എല്ലാം. അതുകൊണ്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നമ്മളൊക്കെ കാണേണ്ടി വരും. എന്നാലും അനാമികയ്ക്ക് പകരം നന്ദു നീയാണ് അവിടെ വന്ന് കയറിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് നീയും കൂടെ വന്ന് ദുരിതങ്ങളൊന്നും അനുഭവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങളാരും ഇതൊന്നും നിന്നേക്ക് സപ്പോർട്ട് തരാഞ്ഞെന്ന് പറയും. എന്നാലും അവൾക്ക് ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി അവൾ ഇതാരോടും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയും. ഉടനെ നന്ദു പറയും, ഞാനും അവൾക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ ചേച്ചി, അന്ന് അവൾ വീട്ടിൽ വന്ന് തള്ളിയപ്പം തന്നെ അവൾക്ക് ഞാൻ ആവശ്യത്തിന് കൊടുത്താന്ന് പറയും. എന്നാലും പോരായിരുന്നു മോളെ, കുറച്ചുകൂടെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് നവ്യ പറയും. പിന്നെ പറയുന്നുണ്ട്, എന്തായാലും അവളുടെ അച്ഛനും അമ്മയാണ് ഇവളെ ഇങ്ങനെ വഷളാക്കി വളർത്തി വലുതാക്കിയത്, അതുകൊണ്ട് അവരാണ് കൂടുതൽ അടി മേടിക്കേണ്ടതെന്നും പറയും. അയാളാണെങ്കിൽ വീട്ടിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തതാ, അത് കാരണം അയാളെ ഒന്ന് വെറുതെ വിടാൻ പറ്റത്തില്ലെന്ന് നന്ദു പറഞ്ഞിങ്ങനെ മനസ്സിലൊക്കെ ഓർത്ത് നിൽക്കുന്നുണ്ടെന്തൊക്കെയോ. രാത്രിയാകുമ്പോഴത്തേനും നന്ദു തൻ്റെ 2 കൂട്ടുകാരുമായിട്ട് അനാമികയുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് ബെല്ലടിക്കുമ്പോഴത്തേന് ആദ്യം രേവതി എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് വീണുനോട് ചോദിക്കും, ആരാ ഈ രാത്രിക്കെന്ന്? ആരാണേലും നമുക്ക് തുറന്ന് നോക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയും, വേണ്ട വേണുവേട്ടാ, വല്ല കള്ളന്മാർ വരിക്കുന്നു. ഈ വീട്ടിൽ ആര് കള്ളന്മാർ വന്ന് കയറാനാന്ന് പറയും. എന്നാലും വേണ്ടെന്ന് പറഞ്ഞ് രേവതി തടസ്സപ്പെടുന്നതൊക്കെ ഉണ്ട്. എന്നാലും വേണു ഒരു പിച്ചാത്തിയൊക്കെ എടുത്ത് വാതിൽ തുറക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണുകയില്ല. പക്ഷേ സൈഡിൽ നിൽക്കുന്ന ഒരു കൈക്കെട്ട് ഒറ്റടി കൊടുക്കും. വന്ന പിള്ളേർ ഒരു വടിയൊക്കെ ആ ചെടിച്ചട്ടിയിൽ നിന്ന് വലിച്ച് ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഹെൽമെറ്റൊക്കെ ഇട്ടാണ് വന്നത്. എന്നിട്ട് വേണുവിനെയും രേവതിയെ എടുത്തിട്ടങ്ങ് അടിക്കും. അവർ അടി കൊണ്ട് അയ്യോ അയ്യോ നാട്ടുകാരെ ഓടി വരണം എന്നൊക്കെ പറഞ്ഞ് കാറുന്നുണ്ട്. പക്ഷേ ആരും വരുന്നൊന്നുമില്ല. നന്നായിട്ട് അടിച്ച് കൈ 2 പേരെ ഓടിച്ചിട്ടിട്ട് അവരങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നയനയുമാണ്. നയന രാവിലെ എഴുന്നേൽക്കുന്ന കാണുമ്പോഴത്തേന് ആദർശ് എഴുന്നേറ്റിട്ട് പറയും, നീ ഇത്ര രാവിലെ ഒന്നും എഴുന്നേൽക്കണ്ട, ഒന്നാമത് നിനക്ക് തലകറക്കമൊക്കെ ഉള്ളതല്ലേ, അവിടെ നീ കുറച്ച് നേരമോടെ കിടന്നുറങ്ങാൻ. അതൊന്നും പറ്റിയല്ല ആദർശേട്ടാ, ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയും, വേണ്ട അമ്മ നിന്നെ അടുക്കളയിലൊന്നും കയറ്റത്തില്ല, അത് കാരണം നീ ഇനി അടുക്കളയിൽ കയറി പണിയൊന്നും ചെയ്യണ്ടെന്ന് പറയും. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടായിരിക്കും അല്ലേ എന്നെ കയറ്റാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ആയിരിക്കില്ല, എന്തായാലും നീ കയറണ്ട, ഇനിയിപ്പം നീ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങാൻ പറയും. ഞാൻ 6 മണിക്കൂറോളം ഉറങ്ങിയല്ലോ, ഇനി ഉറങ്ങണ്ടെന്ന് പറയും. പിന്നെ എനിക്ക് പൂജാമുറി വിളക്ക് വെക്കണം, പിന്നെ കോലം വരയ്ക്കണം, ഇങ്ങനെയൊക്കെ ഇല്ലെന്ന് നിൽക്കും. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന് ആദർശ് പറയുന്നുണ്ട്. അമ്മ തന്നെ കിടന്ന് അടുക്കളയിൽ കിടന്ന് പണിയൊക്കെ വേണ്ടേ, അത് കാരണം ഇനി ഞാൻ ചെന്ന് സഹായിക്കാമെന്ന് നയന പറയുമ്പം ആദർശ് പറയും, വേണ്ട അപ്പച്ചിയും ചെറിയമ്മയും കൂടെ കയറട്ടെ. എന്തൊക്കെയായാലും നേരത്തെ അപ്പച്ചി മാത്രമുള്ളായിരുന്നു പരദൂഷണം പറച്ചിൽ, ഇപ്പം ചെറിയമ്മയും കൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെങ്കിലും കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് പറയും. അതുകൊണ്ട് നീ ഇവിടെ കിടന്നോളാൻ പറയും. ഉടനെ നയന പറയുന്നുണ്ട്, ഞാനിവിടെ കിടക്കുന്നൊന്നുമില്ല, ഇപ്പോൾ ആദർശേട്ടൻ ഇച്ചിരി കൂടുന്നുണ്ടെന്നൊക്കെ പറയും. അതെ, ഞാൻ എൻ്റെ ബെഡ്റൂമിലല്ലേ ഇച്ചിരി കൂടുതൽ വെക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ ഇനി പണിയൊന്നും ചെയ്യാതെ വല്ല ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, നല്ല ഡിസൈനൊക്കെ വരച്ച് വെക്കും, നമുക്ക് വിഷു ഒക്കെ വരുമല്ലേ, അന്നേരത്തേന് നിൻ്റെ ഡിസൈൻ വെച്ച് നമുക്ക് നല്ല കച്ചവടമൊക്കെ നടത്താൻ പറ്റും. അതുകൊണ്ട് ഇനി എൻ്റെ ഭാര്യയുടെ കഴിവിനെ ഞാൻ മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. ദേവയാനി അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേന്
ജാനകി അടുക്കളയിൽ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവേനെ കണ്ട ഉടനെ ജാനകി പറയും, അവൾക്ക് ഇച്ചിരി കൂടുന്നുണ്ട്, ഈയിടെയായിട്ട് രാവിലെ എഴുന്നേറ്റൊന്നും വരുന്നില്ല, അടുക്കളയിലൊന്നും പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. ആരാ ജാനകി എന്ന് ദേവേനെ ചോദിക്കും. ഏട്ടത്തിയുടെ മരുമോള് തന്നെ, അവൾ നേരത്തെ അടുക്കളയിലൊക്കെ കയറിക്കൊണ്ടിരുന്നതല്ലേ, ഇപ്പോൾ അവൾ അടുക്കള കയറുന്നേ ഇല്ലല്ലോ എന്ന് പറയും. അപ്പം ദേവേനി പറയും, അവൾ അടുക്കള കയറുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാനാ പറഞ്ഞത് അടുക്കള കയറണ്ടെന്ന്. അത് തന്നെയല്ല, ഈ വീട്ടിലിപ്പോൾ അടുക്കള പണി നമ്മൾ ഒക്കെ ഉണ്ടല്ലോ, അത് മതി എന്ന് പറയും. അപ്പം ജാനകിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജാനകി എന്നെ പറയും, പിന്നെ ഇനി നമ്മളിനി അവൾക്ക് വെച്ച് വിളമ്പണമെന്ന് ചോദിക്കും. എന്തായാലും നമ്മളെല്ലാവർക്കും കൂടെ വെക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ അവളോട് അത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് പറയും. എന്നാലും ഏട്ടത്തി ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലെന്ന് പറയും. അതല്ല, ഇനിയിപ്പം ഇങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. വന്നു കയറിയ മരുമോളെ ഇനി ദ്രോഹിക്കാനൊന്നും നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കഷ്ടകാലങ്ങൾ പലതും വരുമെന്നാണ് പുരോഹിതൻ പറഞ്ഞെന്ന് പറയും. അല്ലേ തന്നെ ഒന്ന് ഓർത്തേ, അവളുമാർ രണ്ടുപേരും ഇവിടെ വന്ന് കയറി കഴിഞ്ഞല്ലേ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായേ, അതൊക്കെ അവരുടെ പ്രാക്കാണെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. അത് കാരണം ഇനിയിപ്പോൾ അവരെ ദ്രോഹിക്കാതെ ഒരു സൈഡിൽ അങ്ങ് ഒതുങ്ങി ജീവിക്കാനാണ് എൻ്റെ തീരുമാനമെന്ന് ദേവയാനി ജാനകിയോട് പറയും. അവിടെ ചേച്ചി നേരത്തെ എന്തായാലും അടുക്കള കയറാറില്ല, ഇപ്പോൾ ഇവളോട് അടുക്കള കയറാതിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പണിയുണ്ടെന്നൊക്കെ ജാനകി പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനാമിക ഓടി വരുന്നുണ്ട്. അമ്മേ, ഇന്നലെ വൈകിട്ട് അച്ഛനെയും അമ്മയും ആരോ കയറി പെരയ്ക്കകത്ത് കയറി തല്ലി, അത് കാരണം അവരിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജാനകിക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ, എന്ത് പറ്റി മോളെ, അവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും മോള് അനിയൻ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെല്ലും, ഞാൻ പുറകെ വരാമെന്നൊക്കെ പറയും. അപ്പം ഇതൊന്നും കേട്ടിട്ട് ദേവയാനിക്ക് വലിയ മൈൻഡൊന്നുമില്ല. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനും അമ്മയ്ക്ക് ശത്രുക്കളൊക്കെ ആരിലും ഉണ്ടോയെന്ന്. ഇവിടെ ശത്രുക്കളുള്ളത് എൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരും അവരുടെ അനിയത്തിയൊക്കെ ഉള്ളെന്ന് പറയും. നന്ദുവോ വല്ലോ ആയിരിക്കും ചിലപ്പം കയറി തല്ലിയത്, രണ്ട് ആൺപിള്ളേരും ഒരു പെണ്ണും ഉണ്ടായിരുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടെ, അവളായിരിക്കും എന്നൊക്കെ പറയും. അപ്പോഴും ദേവയാനി പറയുന്നുണ്ട്, സത്യം പറയാൻ നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആരാണെന്നൊക്കെ, എന്തായാലും പോലീസ് വരട്ടെ, പോലീസിൽ അറിയുമ്പം നമുക്ക് സത്യം അറിയാം, അല്ലാതെ ജാനകി ഇല്ലാത്തതൊന്നും പറയണ്ടെന്ന് പറയും. ഈ വീട്ടിലേക്ക് അർഹതയില്ലാതെ കയറി വന്നവളുമാരുടെ അനിയത്തിയായിരിക്കും ഈ ചെയ്തതെല്ലാം, അല്ലാതെ വേറെ ആരും ഇതൊന്നും ചെയ്യാൻ വഴിയില്ല എന്നൊക്കെ ജാനകി പറയുമ്പോഴത്തേന് ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈ വീട്ടിലേക്ക് കയറി വരാൻ ഏറ്റവും യോഗ്യതയുള്ളതും ഈ കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള യോഗ്യതയുള്ളതും എൻ്റെ മരുമൊക്കെ ആടി, അതുകൊണ്ട് നീയൊന്നും എന്നെ ആരും ഒന്നും ഇനി പറഞ്ഞ് പഠിപ്പിക്കുകയൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് വേണുവും രേവതിയും തലയിലും കയ്യിലും ഒക്കെ കെട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അനാമികയും അനിയും അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അനി ചോദിക്കും, എന്തായാലും അച്ഛനും അമ്മയ്ക്കും വല്ല ശത്രുക്കളും കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ എടുത്തിട്ട് തല്ലിയെന്നൊക്കെ, ആരെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വേണു പറയും, എനിക്ക് ആകെയുള്ള ശത്രുക്കൾ നന്ദുവും നയനയൊക്കെയാണ്, അവർ തന്നെയാണെന്നാണ് എൻ്റെ ഉറപ്പായ തീരുമാനം. രണ്ട് ആണുങ്ങളും ഒരു പെണ്ണുമായിരുന്നു, ഏറ്റവും കൂടുതൽ നന്നായിട്ട് തല്ലിയത് ആ പെണ്ണായിരുന്നു എന്ന് പറയും. ഇവരുടെ ഈ അവസ്ഥ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് എനിക്ക് ശരിക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. അത് അനാമികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അനാമിക പറയും, ശരിക്കും നന്ദു ആയിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോഴത്തേന് വേണു പറയും, എന്തായാലും പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് വരട്ടെ, സത്യം അറിയാമല്ലോ എന്ന്. ഉടനെ അനിയും പറയും, ശരിയാ, പോലീസ് വന്ന് എല്ലാം തിരക്കട്ടെ, അന്നേരത്തേന് സത്യമായിട്ടും ആരാണല്ലോ ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അതുകൊണ്ട് ഞാനൊന്ന് പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോവും. അപ്പം പോകുന്ന ഉടനെ അനാമിക വേണുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഞാൻ വിളിച്ചപ്പം പറഞ്ഞില്ലായിരുന്നോ അവർ പാലിനകത്ത് വിഷം കലർത്തി വെല്ലുമ്മയ്ക്ക് കൊടുത്തത് ഞാനും അമ്മയാണെന്നുള്ള കാര്യം നവിയെ നയനയൊക്കെ അറിഞ്ഞെന്ന്, അത് കാരണം ഇനി ഇതുവല്ലതും പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അവിടെ വന്ന് തിരക്കും, അവസാനം ഇവളുമാർ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞാനാണ് അവിടുന്ന് പുറത്താകാൻ പോകുന്നതെന്ന് പറയും. എൻ്റെ മോളെ, നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കുന്നുമില്ല, അടിയാണെങ്കിൽ ഒരുപാട് കിട്ടുന്നുമുണ്ട്, എന്നാ ചെയ്യാനാന്നൊക്കെ വേണു പറയും. പോലീസ് കംപ്ലൈൻ്റ് ഒന്നും ചെയ്തിട്ടില്ല മോളെ, ഒരു പരിചയക്കാരനായ പോലീസുകാരൻ അവിടെ വന്നപ്പോഴത്തേന് അയാളോട് കാര്യമൊന്നും പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി നമുക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് വേണു പറയും. നന്ദുവും കൂട്ടുകാരുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എടാ, ഇനിയിപ്പോൾ എന്തെങ്കിലും പോലീസ് കേസ് വല്ലതും ആവുമോ എന്ന് നന്ദുവിനാകെ ടെൻഷനാണ്. പോലീസ് കേസൊന്നും ആകാൻ
വഴിയില്ല. പിന്നെ അങ്ങനെ വല്ലതും വന്നാൽ നമ്മളിതെല്ലാം വിളിച്ച് പറയുമെന്നറിയാം. അത് കാരണം അവരതൊന്നും പോലീസ് കേസ് ആക്കില്ല എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. ഉടനെ കൂട്ടുകാരിലൊരാൾ നന്ദുവിനോട് പറയുന്നുണ്ട്, എടി ഇതേ നിൻ്റെ കാമുകം വന്നെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് നന്ദു തിരിഞ്ഞ് നോക്കുമ്പോൾ അനി നിൽക്കുന്നു. അനി അന്നേരം സന്തോഷത്തിലാണ് കയറി വരുന്നത്. എന്നിട്ട് വന്ന ഉടനെ രണ്ട് കൂട്ടുകാർക്കും കൈ കൊടുക്കുന്നുണ്ട്. മച്ചാന്മാരെ എന്തായാലും പൊളിച്ചെന്ന് പറയും. എന്താ അനി എന്ന് ചോദിക്കുന്നുണ്ടെ പറയും, നിങ്ങൾ ഇന്നലെ കയറി അനാമികയുടെ അച്ഛനും അമ്മയും എടുത്തിട്ട് തല്ലി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അത് കാരണം അതിനൊരു കൺഗ്രാജുലേഷൻ പറയാൻ വന്നാന്ന് പറയും. അപ്പോൾ അനിക്കിതെല്ലാം കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് ഓർത്തിങ്ങനെ അനിയെ തന്നെ നോക്കിയിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.